അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ എന്നുവെച്ചാൽ ഈ ആളിൽ ഈ രണ്ടാം നിലയിൽ എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജ് കെട്ടുകയാണ്. എന്നുവെച്ചാൽ ഇന്ന് ഒറ്റയ്ക്ക് സ്റ്റേജ് കെട്ടിയാലുള്ളൂ നാളെ തേക്കാൻ പറ്റുക. ഈ ഒറ്റയ്ക്ക് പറയാൻ കാരണം ഇപ്പോൾ ഓണാണല്ലോ. എന്നുവെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്, അല്ല സോറി തിങ്കളാഴ്ച അല്ലേ? ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഒന്നാം ഓണത്തിനും അതേമാതിരി തിരുവോണത്തിനും ഞാൻ ലീവ് എടുത്തേക്കണ്. അപ്പോൾ ഇഞ്ച ഒപ്പല്ല ആൾക്കാർക്ക് ഇന്ന് നബിദിനാണ്. അപ്പോൾ ഇന്ന് പോലെ മദ്രസയിൽ പരിപാടി ഉണ്ടായതുകൊണ്ട് ഓലിന്ന് ലീവാണ്. അപ്പോൾ നാളെ തൊട്ടുകൊണ്ട് ഓലും തന്നെ പണിക്കാറും. അപ്പോൾ ഞാൻ വെറുതെ പെരയിൽ നിന്നിട്ട് അതുകൊണ്ട് കാര്യമില്ല. എന്നുവെച്ചാൽ വെറുതെ പെരയിരിക്കണേ എനിക്കൊരു ഗതികേടാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഈ വലിയ ഒറ്റയ്ക്ക് വന്ന് വെച്ചാൽ ഏറ്റിങ്ങാണ്ട് ഈ പാർട്ടി കാട്ടിയത് ഏറ്റിങ്ങാണ്ട് ഒറ്റക്കാട് പണിയിട്ടിരിക്കുന്നത്. കാരണം ഇത് പറയാൻ കാരണം ചില ആൾക്കാർ എന്ന് വെച്ചാൽ മലയാളീസിന് മടിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്, ഏജൻറ്റുമാർ. എല്ലാവരും പറയില്ല, ചില ഏജൻറ്റുമാർ. അപ്പോൾ അത് മലയാളീസിന് എല്ലാവർക്കും മടിയില്ലാന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് ഈ വീഡിയോസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിലയിട്ടൊന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പോൾ പണി ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോസിൽ രേഖപ്പെടുത്തും. അപ്പോൾ ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ സ്റ്റേജ് കെട്ടുന്നത് കാണിച്ചു തരുമ്പോൾ എൻ്റെ ഒരു പാട്ട് കൂടി കേട്ടോളൂ. പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നും ഈ വാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ട് മൂളി വെൽവിയവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ മലർ മഞ്ഞു വീണ വനവീതിയിൽ ഇടയൻ്റെ പാട്ടു കാതോർക്കവേ ഒരു പാൽക്കിനാവിൽ അലയുന്നൊരൻ ലലലാലലാലലാലലാ ലലലാലലാലലാലലാ. ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കത്തോട്ടങ്ങൾ നിര നിര നിരയായി ലലലാലാ. അപ്പോൾ മനസ്സന്മാരെ നില കെട്ടി കഴിഞ്ഞിക്കണേ എന്ന് വെച്ചാൽ സ്റ്റേജ് കെട്ടി കഴിഞ്ഞിക്കണേ. ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ജനലുണ്ടല്ലോ, കാരണം ഈ സീലിംഗ് തേക്കണ മുന്നേ ഈ ജനൽമേ ഈ ഡിൻഡൽ വാർത്തെ സോറിയോ ഇത് കണ്ടുവിടുന്ന ഈ ഡിൻഡൽ വാർക്കുമ്പോൾ ഇതൊക്കെ ഈ കോൺക്രീറ്റ് ചാറും അതേമാതിരി ചെറിയ ചെറിയ മെറ്റൽ കഷ്ടം ഇതൊക്കെ ചാടിയിരിക്കും. അപ്പോൾ ഇത് തേക്കണ മുന്നേ സീലിംഗ് തേക്കണ മുന്നേ ഇത് ആദ്യം കളയണം. കാരണം അല്ലെങ്കിൽ സീലിംഗ് തേക്കുമ്പോൾ ആ സിമെന്റ് ഇതിന്റെ മേലൊക്കെ കഴിഞ്ഞാൽ ഇത് രണ്ടും പാട് വൃത്തിയാക്കാൻ കഴിയൂല. ഇത് നമുക്ക് കാണിച്ചു തരാം. സോറി ഫോൺ തന്ന ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് ഈ ഡിൻഡൽ വാർത്തപ്പോൾ ചാടിയതാണ്. സിമെൻറ്റിൻ്റെ ചാറാണ്, കോൺക്രീറ്റിൻ്റെ ചാറാണിത്. ഇതിങ്ങനെ കളയണം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇനി ബംഗാളിയായാലും മലയാളിയായാലും പണിയെടുക്കുമ്പോൾ ഓലോട് പ്രത്യേകം പറഞ്ഞോളൂ ഇത് കളയാൻ. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾക്ക് പെയിൻറ്റിങ്ങുകാർക്ക് പണി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 റുപ്യാൻ്റെ ലാഭം എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവും. കണ്ടല്ലേ, ഇതേമാതിരി കളയാം. കണ്ടല്ലേ, ഇതേമാതിരി കളയാം. അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്തിക്കണ് എൻ്റെ സോനുമോനാണ്. അപ്പോൾ സോനുമോനാണ് ഇന്ന് എൻ്റെ ഹെൽപ്പർ. അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് തന്ന സ്ഥിതിക്ക് എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.